ഹായ് ഗൈസ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിംഗപ്പൂരിൻ്റെ ഐക്കോണിക്, ഈ ബാക്കിലത്തെ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും പകുതി മനസ്സിലായിട്ടുണ്ടാവും, ചൈന ടൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ചൈന ടൗൺ ആണ്. അല്ലേ ഉണ്ണി രാവിലെ ഒരു സോളോ ട്രിപ്പിനൊക്കെ പോയിട്ടിരിക്കുക. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഇനി ചൈന ടൗണിൽ എന്തൊക്കെയാണ് ഉള്ളത്. കുറേ ഇവിടെ പലതും ഇല്ലേ ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഇനി കുറച്ചും കൂടെ കണ്ടു നോക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, പലതും ഇങ്ങനെ ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഇട്ട് നോക്കേണ്ട അവസ്ഥയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ ഷോപ്സാണ്. ഇത് നമ്മുടെ താജായിരിക്കും അല്ലല്ലേ? വേറെ താജ. സിംഗപ്പൂരിൻ്റെ വേറൊരു സൈഡ് കാണിച്ചു തരാം. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സൈഡ്. ഇതുണ്ടോ, ഇതൊരു അമ്പലമാണ്. കറക്റ്റ് നമ്മളൊരു തമിഴ്നാട്ടിൽ വന്ന പോലെ ഇല്ലേ? ഇങ്ങനെ ചെറിയ സ്ട്രീറ്റ്സ്, നമ്മുടെ നാട്ടിലെ പോലത്തെ വളയും മാലയും ഒക്കെ വയ്ക്കുന്ന കട. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ സിംഗപ്പൂർ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കാണും എന്നുള്ളത്. അടിപൊളിയായിട്ടില്ലേ? എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ ഫുൾ ചൈനീസ്. ഇത് എനിക്ക് തോന്നേ ഈ ചൈനീസ് ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും കാര്യമായ അലങ്കാരം ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പോലെ തന്നെ ഇതേ കുറേ ചൈനീസ് ഷോപ്പുകൾ, ചൈനീസ് മെഡിക്കൽ ഹാൾ, പിന്നെ കുറേ ഫ്രൂട്ട്സ്, ഡെയിലി ഫ്രഷ് ഫ്രൂട്ട്സ്. നോക്കണോ ഇത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫ്രൂട്ട് ഉണ്ടോ എന്ന്? ഇത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുന്നു. മറ്റേ ബെയർ ആപ്പിളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ക്യാഷ് ഉണ്ട്, ക്യാഷ് കൊടുക്കാം. ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റിനകത്ത്, ഒരു സ്ട്രീറ്റിനകത്ത് ചിലപ്പോൾ നല്ല ഭയങ്കര പോഷ് ഏരിയ ആണ്, ഒരു സ്ട്രീറ്റിൽ കുറച്ച് ലോക്കലാണ്. ഓരോ സ്ട്രീറ്റിലും ഓരോ രീതിയിലാണ് ഇതുവരെ ഞങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെയാണോ അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത്. കണ്ടു, ഈ സൈഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നടന്നു വന്നത് ഒരു ലോക്കൽ ഒരു ഏരിയയിൽ കൂടെ ആയിരുന്നു. ഇവിടെ എല്ലാം ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ തൊട്ട് പാരലായിട്ടുള്ള സ്ട്രീറ്റിൽ കൂടെ പോകുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കടകളാണ്. മറ്റത് കുറച്ചും കൂടെ നാരോ ആയിരുന്നു അല്ലേ? കുറച്ചും കൂടെ നാരോ ആയിരുന്നു ആ സ്ട്രീറ്റ്. ഇത് കുറച്ചും കൂടെ വൈഡാണ്. ഇവിടെ കുറേയും കൂടെ കാറുകൾ പോകുന്ന പോലെയും പിന്നെ കുറേ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. പക്ഷെ എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഫുള്ളിങ്ങനെ സൈഡിൽ മസാജ് സെൻറ്റേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റേ മലേഷ്യയിൽ പോയി ചെയ്തതിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു അല്ലേ? മറ്റത് 60 RM അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടോ, ഭയങ്കര രസമുണ്ട് ഈ കടകളൊക്കെ കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ട് കടകളാണ്. അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു സ്ട്രീറ്റ്, നമ്മൾ വന്ന സ്ട്രീറ്റ് കാണിക്കും. അയ്യോ, പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഡൂരിയൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്മെല്ല്, ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്മെല്ലാട്ടോ. ഞങ്ങളപ്പോൾ ആ കടയുടെ ഉള്ളിൽ കയറി. എന്തൊരു ക്യൂട്ടാണെന്നറിയോ, ഭയങ്കര. ഈ കട ഫുള്ളിങ്ങനെ ബ്ലൂ ആണ്. അതിൽ ചിലത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഈ കടയുടെ മേളിലായിട്ട് ഒരു ഡോള് പോലെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഉള്ളിലിട്ട് വെച്ച്, അത് ഗോൾഡിലാണ് അവർ ചെയ്തേക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡിൽ ചെയ്തേക്കുക. അപ്പോൾ നമുക്കത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ടോയ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എൻറ്റയർ ഷോപ്പ് ഇങ്ങനെ ഫുൾ നീല കളറിൽ ഭയങ്കര രസമാണ് കാണാൻ. കണ്ടാ, കുട വരെ നീല, എല്ലാം ഇവിടെ ഒരു ഫുൾ നീല തീമാണിത്. അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത് ഗ്രേ പാരറ്റാണ്. അപ്പം നമ്മൾ ഈ മറ്റേ ഡോഗ്സിനെ ഒക്കെ ബെൽറ്റ് ഇടിപ്പിച്ച് ഇരുത്തില്ലേ, അതേപോലെയാണ് ഇവരെ കാലിൽ കണ്ടോ അതിൻ്റെ ഇപ്പിച്ചിരുത്തിയിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടതാണ്. നല്ല രസമുണ്ട് പക്ഷേ കാണാനായിട്ട്. ഈ ഒരു ഫുൾ സ്ട്രീറ്റിൽ ഇങ്ങനത്തെ കുറേ കൗതുകകരമായ കാഴ്ചകളാണ് മൊത്തം കാണുന്നത്.
ഗൈസ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്മെല്ല. ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത്. ഓ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്മെല്ല. ഞാൻ കഷ്ടപ്പെട്ട മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇത് കഴിക്കാൻ തോന്നുക? ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ട്രീറ്റും ഓരോ ഇതാണ്. ഇത് കണ്ടോ, ഇത് കുറച്ച് പ്രീമിയം സ്ട്രീറ്റാണ്. സ്റ്റാർബക്സ് ഒക്കെ ഉള്ള ഭയങ്കര ലുക്കുള്ള സ്ഥലം ഇത് കേട്ടോ. ഇത് ആക്ച്വലി നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടെ ആയിട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു സ്ട്രീറ്റ് നമ്മളിപ്പോൾ പോയ സ്ട്രീറ്റ് പോലെയല്ല, കുറച്ച് പ്രീമിയം കടകളുമാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ? ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തായിട്ട് ഡൂറിയൻ്റെ ഷോപ്സ് ഉണ്ട്. അയ്യോ ഇവിടെ ഞാൻ വെറുതെ പറയല്ല, ഡൂറിയൻ്റെ ഷോപ്സ് ഉള്ളതിൻ്റെ ഒരു അത്യാവശ്യം ദൂരത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര സ്മെല്ലാണ് അത്. നമ്മൾ റീലിലൊക്കെ കാണാറില്ലേ ഈ സാധനത്തിന് ഭയങ്കര. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇത്ര വലിയ സംഭവമാണോ, ഇത്ര വലിയ മണമുണ്ടോ എന്നൊക്കെ. പക്ഷേ ശരിക്കും പറയാമല്ലോ ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത പോലത്തെ ചക്കയുടെ മണമല്ല, ചക്കയുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത മണമാണ്. ഒരു എന്ത് മണമാണ് എനിക്ക് തന്നെ പറയാൻ പറ്റാത്തൊരു മണം. ഒരു ഈ ചക്ക കുറേ ദിവസം ഇരുന്ന് ചീഞ്ഞിട്ടുള്ളൊരു മണമാണോ, അങ്ങനെ തിന്നാണ്ടൊരു മണം കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത മണമാണ്. പിന്നെ ഇല്ലേ ഇവരിത് കഴിക്കുന്നത്, ഇവിടെ ഇരുന്ന് തന്നെ ലൈവായിട്ട് കഴിക്കും. പക്ഷേ ലൈവായിട്ട് കഴിക്കുമ്പോഴും ഇവർ ഗ്ലൗസ് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ആ ഗ്ലൗസ് കാരണം ഇവരുടെ കയ്യിലത് പറ്റിക്കഴിഞ്ഞാൽ ആ മണം പോകില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇവർ കഴിക്കുന്നത്. എൻ്റെ ഇത് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കണം. എനിക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മറ്റേ ഫ്രൈഡ് റൈസ്, നമ്മുടെ നോർമൽ ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ കഴിക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കാം. അതേ ഉണ്ണി ബാക്കിൽ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് കണ്ടുപിടിക്കട്ടെ. ഞാൻ നടന്നു പോകുമ്പോൾ ഉണ്ണി എന്നെ ഇവിടെ പിടിച്ചേർത്ത് എന്താ സംഭവം നോക്കിയപ്പോഴേ അതേ ഇതുണ്ടോ, ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. ഭയങ്കര രസമുണ്ടല്ലേ, നല്ല രസമുണ്ട്, ക്യൂട്ടായത്. ഞങ്ങൾ ഇതൊക്കെ എടുത്തു. ഇത് സിംഗപ്പൂരിൻ്റെ വെരി സ്പെഷ്യൽ ഫുഡാണ്. ഇതിൻ്റെ കൂടെ റൈസും ഉണ്ട്. അതെ റൈസും വരും. ഓ സിംഗപ്പൂരിൻ്റെ നാഷണൽ ഫുഡ് എന്താണ് ഇതിൻ്റെ പേര്? ഹൈനാനീസ് ചിക്കൻ റൈസ്. യെസ്, സോറി ഗൈസ്, എനിക്ക് മാറിപ്പോയതാണ്. സിംഗപ്പൂരിൻ്റെ നാഷണൽ ഫുഡാണ്. ഇതെൻ്റെ പാവ ഐസ് ടീ സൈഡിൽ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ലേനിക്കൂടി ഇങ്ങനെ നടക്കുക. നല്ല ഭംഗിയുണ്ട്, നീറ്റായിട്ടുള്ള ഒരു ലെയിൻ കണ്ടു. അപ്പോൾ അത് ചുമ്മാ എന്താ ഇവിടെ നോക്കാം. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുന്നു. ഓ ഉണ്ട്, ഇത് വേറെ ഒരു സ്ഥലത്ത് വന്ന പോലെ ഇല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ട ചൈന ടൗണും ഇതും തമ്മിൽ എന്തൊരു ഡിഫറൻസാണെന്ന് നോക്കിയേ. ഇതും ചൈന ടൗണിൻ്റെ പാർട്ട് തന്നെയാണ്. ഇത് ഇപ്പുറത്തെ സൈഡാണെന്നുള്ളത്, റോഡിൻ്റെ മറുവശമാണെന്ന് മാത്രം. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ വെറുതെ റാൻഡമായിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ കണ്ടതോ. ഇതൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ സൈഡ്സിൽ കാണുന്നതൊക്കെ വീടുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് വഴി, വേറെ ഏതോ കൺട്രിയിൽ പോയ പോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരം കുറച്ച് ചൈന ടൗണൊക്കെ കറങ്ങി. അവിടുന്ന് ഞാൻ പറഞ്ഞ കുറച്ച് കാക്കിരിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് ചൈന ടൗൺ കുറച്ച് ചീപ്പാണ്. കുറേ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടും. ഇപ്പോൾ സുവീനിയേഴ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ദെയർ. അപ്പം നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചൈന ടൗൺ. പിന്നെ ഫുഡും കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡാണ്. ഒരുപാട് സോസി അല്ല. ഞങ്ങൾ ട്രൈ ചെയ്തത് സിംഗപ്പൂരിൻ്റെ നാഷണൽ ഫുഡ് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പം അതത്ര സോസി ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നാളെ കറങ്ങുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് നാളത്തെ വീഡിയോ എടുക്കാം. അപ്പോൾ ഓക്കെ.